രണ്ട് കാരണങ്ങളാൽ ഇപ്പോൾ ഇങ്ങനെയൊരു പ്രസംഗത്തിൻ്റെ ആവശ്യമില്ല. ഒന്ന്, ഈ കുഞ്ഞുങ്ങളുടെ പരിപാടിയിൽ ഈ വയസ്സൻ എന്ത് പറയാനാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, രാവിലെ 8 മണിക്ക് മുമ്പ് പള്ളി വന്നു, ഇപ്പോൾ 12:15 മണിയായി, ഇനി ഒരു പ്രസംഗം പറഞ്ഞാൽ അത് ശരിയല്ല എന്ന് എനിക്ക് നല്ല നിശ്ചയമുണ്ട്. ഇന്നിവിടെ സ്കിറ്റിലൂടെയൊക്കെ അവതരിപ്പിക്കാൻ ശ്രമിച്ച ഒരാശയത്തെ ബേസ് ചെയ്ത് ഒരു കാര്യം മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി എൻ്റെ ഇന്നത്തെ സന്ദേശം നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. കാർലോ അക്യൂട്ടീസ്, കേട്ടിട്ടുണ്ടാവും ഈ പേര്? കേട്ടിട്ടില്ല? ആരും കേട്ടില്ല? അപ്പോൾ എല്ലാവരും കേൾക്കേണ്ട പേരാണ് കാർലോ അക്യൂട്ടീസ്. കത്തോലിക്ക സഭ ലോകത്തിലാദ്യമായി ഒരു 15 വയസ്സുകാരനെ വിശുദ്ധനായി പ്രഖ്യാപിക്കാൻ പോവുകയാണ്. അവൻ്റെ പേരാണ് കാർലോ അക്യൂട്ടീസ്. ലോക ചരിത്രത്തിൽ ആദ്യമായി കത്തോലിക്ക സഭ 15 വയസ്സുള്ള ഒരു കുഞ്ഞിനെ വിശുദ്ധനായി പ്രഖ്യാപിക്കാൻ പോകുന്നു. 2024 പ്ലാൻ ചെയ്തതാണ്. എന്നാൽ ഫ്രാൻസിസ് പാപ്പ കാലം ചെയ്തതുകൊണ്ട് അടുത്ത സെപ്റ്റംബറിലേക്കാണ് മാറ്റിവെച്ചിരിക്കുന്നത് പ്രോഗ്രാം. 2025 സെപ്റ്റംബർ മാസത്തിൽ, ഞാൻ ഈ പറയുന്ന വാക്ക് ശരിക്കും കേൾക്കണം, ലോക ചരിത്രത്തിലാദ്യമായി കത്തോലിക്ക സഭ 15 വയസ്സുള്ള ഒരു കുഞ്ഞിനെ വിശുദ്ധനായി പ്രഖ്യാപിക്കാൻ പോകുന്നു. 2025 സെപ്റ്റംബറിന് ശേഷം അവൻ്റെ പേര് സെയിൻറ്റ് കാർലോ അക്യൂട്ടീസ് എന്നായിരിക്കും. എന്താണ് കാരണം എന്നറിയാമോ? കത്തോലിക്ക സഭയ്ക്ക് 15 വയസ്സിനുള്ളിൽ സഭയുടെ സകല വിശുദ്ധ കാര്യങ്ങളും ഓർഗനൈസ് ചെയ്ത് ഇൻ്റർനെറ്റിലാക്കി പബ്ലിഷ് ചെയ്ത് കൊടുത്തു. അദ്ദേഹത്തിൻ്റെ സ്പെഷ്യലൈസേഷൻ വിശുദ്ധ കുർബാനയാണ്. വിശുദ്ധ കുർബാനയിലൂടെ ലോകത്തിലെവിടെയൊക്കെ കത്തോലിക്ക സഭയിൽ അത്ഭുതം നടന്നിട്ടുണ്ടോ അത് മുഴുവൻ ശേഖരിച്ച് ഡോക്യുമെൻ്റ് ചെയ്ത് അത് ഡേറ്റ സബ്മിറ്റ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ സ്പെഷ്യലൈസേഷൻ വിശുദ്ധ കുർബാനയിലാണ്. ഇത് കഴിഞ്ഞ നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആളിനെ കുറിച്ചല്ല പറയുന്നത്. 21-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന് 15-ാമത്തെ വയസ്സിൽ ലുക്കീമിയ വന്ന് മരിച്ചുപോയ ഒരു കുഞ്ഞിനെ കുറിച്ചാണ്. ആ 15 വയസ്സിനിടയ്ക്ക് ആ കുഞ്ഞ് ലോകത്തിന് നൽകിയ സംഭാവന എല്ലാ വിശുദ്ധ കുർബാനകളും കണ്ട് അവിടെ നടന്ന അത്ഭുതങ്ങളെ ഡോക്യുമെൻ്റ് ചെയ്ത് സഭയ്ക്ക് സംഭാവന ചെയ്തതാണ്. അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങൾ ഇന്നിവിടെ ഇരിക്കുന്ന മാതാപിതാക്കളും കുഞ്ഞുങ്ങളും എല്ലാം ഇന്ന് ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾക്കൊക്കെ പരിചയമുള്ള ഗൂഗിളിൽ കയറിയിട്ട് ഞാൻ ഈ പറയുന്ന പേരൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. CARLO, കാർലോ അക്യൂട്ടീസ്, ACUTIS. ഞാൻ ഗൂഗിളിൽ വായിച്ച ഒരു വാചകം നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം അവനെക്കുറിച്ച്. He is a role model for young people and indeed for all of us of how to use technology without being manipulated or controlled by it. ടെക്നോളജി കൺട്രോൾ ചെയ്യാതെ പോയ, അല്ലെങ്കിൽ അവനെ കൺട്രോൾ ചെയ്യാൻ കഴിയാതെ പോയ, അവൻ ടെക്നോളജിയെ കൺട്രോൾ ചെയ്ത ഒരു കുഞ്ഞിനെ കുറിച്ചാണ്. എന്നാൽ മനോരമ പത്രത്തിൽ എല്ലാ ദിവസവും വാർത്ത കാണാം, 15 വയസ്സുകാരൻ സ്ത്രീകൾ കുളിക്കുന്ന ബാത്റൂമിൽ ക്യാമറ ഫിറ്റ് ചെയ്തു, പോലീസ് പിടിച്ചു. അവൻ്റെ കഴിവ് അത്തരത്തിലാണ്. അടുത്ത തലമുറ വേറൊരുത്തൻ്റെ വെബ്സൈറ്റിൽ കയറി അത് അടിച്ചു മാറ്റി ലോകത്തിന് സംഭാവന ചെയ്തിരിക്കുന്നു. വേറൊരുത്തൻ ഭൂമിയിൽ കണ്ടിട്ടില്ലാത്ത വൃത്തികേടുകൾ മുഴുവൻ കമ്പ്യൂട്ടറിലാക്കി ലോകത്തിന് സംഭാവന ചെയ്തിരിക്കുന്നു. അങ്ങനെ ഒരു ലോകത്താണ് കാർലോ അക്യൂട്ടീസ് വിശുദ്ധനാകുന്നത്. കാരണം വിശുദ്ധ കുർബാനയിൽ അവൻ പങ്കെടുത്തതിലൂടെയാണ്, അത് കണ്ടതിലൂടെയാണ്, അത് അനുഭവിച്ചതിലൂടെയാണ്. എന്തുകൊണ്ടാണ് ഈ കുഞ്ഞിന് ഇങ്ങനെ വരാൻ കഴിഞ്ഞത്? 3 കാരണങ്ങളാണ്. ഒന്ന്, അവൻ്റെ കുടുംബം. 2, അവൻ്റെ വിശ്വാസ സമൂഹം. 3, അവൻ ജീവിച്ച ലോകം. ഒരു വ്യക്തിയുടെ രൂപാന്തരത്തിന്, രൂപീകരണത്തിന്, ഫോർമേഷന് ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്ന്, വീട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുമൊത്ത് വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കണം. ഇന്ന് വിശുദ്ധ കുർബാന മധ്യേ വികാരിയച്ഛൻ സൺഡേ സ്കൂൾ പ്രോഗ്രാമിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അധ്യാപകരും കുഞ്ഞുങ്ങളും പള്ളിക്കകത്ത് കയറിയിരിക്കണം എന്ന് വേദനയോടെ പറയേണ്ടി വന്നത്, വിശുദ്ധ കുർബാനയ്ക്കപ്പുറത്ത് വേറെ ഒരു കാര്യമുണ്ടെന്ന് ധരിക്കരുത്. അത് മൗഢ്യമാണ്, വിവരക്കേടാണ്.
നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്തു, അതിന് പുറകെ രാവിലെ ആരാധന നടക്കുമ്പോൾ അധ്യാപകരും വിദ്യാർത്ഥിയും കൂടെ പോകാനാണ് ഉദ്ദേശമെങ്കിൽ ലോകത്തിൽ എവിടെ ചെന്നാലും എന്ത് പരിപാടിയും കാണാം. പക്ഷേ വിശുദ്ധ കുർബാന പള്ളിക്കകത്തേ ഉള്ളൂ. ഇന്ന് ഇൻ്റർനെറ്റിൽ പരതിയാൽ കിട്ടാത്ത ഇൻഫർമേഷൻ ഒന്നുമില്ല, കളികളൊന്നുമില്ല, സ്കിറ്റുകളൊന്നുമില്ല, കലാപരിപാടികളൊന്നുമില്ല. അതിന് നിങ്ങളുടെ ആരുടെ സഹായം ആവശ്യമില്ല. സെക്കൻഡുകൾക്കകം അവർക്കിത് ലോകത്തിൽ എവിടെ നിന്ന് വേണേൽ കൊണ്ടുവരാം. പക്ഷേ വിശുദ്ധ കുർബാന കിട്ടുന്ന ഏക സ്ഥലം ദേവാലയമാണ്. അതിൻ്റെ ട്രെയിനിങ് വീട്ടിൽ തുടങ്ങണം. കുഞ്ഞുങ്ങളോട് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കണം. കുഞ്ഞുങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കണം. എന്തെങ്കിലുമൊക്കെ വാക്കുകൾ അവർ കേട്ടോട്ടെ. അത് ശ്രദ്ധിക്കാനായിട്ട് മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. നമ്മൾ വല്ലാത്തൊരു ലോകത്തിലാണ് ജീവിക്കുന്നത്. ഭാവിയെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷ വേണമെങ്കിൽ ശുക്ല എവിടെ പോയി? അറിഞ്ഞായിരുന്നോ? വല്ലതും അറിഞ്ഞായിരുന്നോ? സ്പേസ് ഷട്ടിലെ കയറി അങ്ങ് സ്പേസിൽ പോയി. ഇത് പറഞ്ഞുകൊണ്ടാണെന്നൊരു കാര്യമില്ല. നമ്മളെയൊക്കെ നമ്മുടെ സന്തതികൾ സ്പേസിലെത്തിക്കും, മര്യാദയ്ക്ക് ജീവിച്ചില്ലെങ്കിൽ. മക്കളെ 3 തരത്തിൽ വളർത്താമെന്നാണ് പറയുന്നത് കേട്ടോ. വളർത്തയുടെ കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കണം. ഞാൻ കുറേ കാര്യങ്ങൾ എഴുതിക്കൊണ്ട് വന്നായിരുന്നു. 12 മണി കഴിഞ്ഞതുകൊണ്ടും എനിക്കും നിങ്ങൾക്കും തലയ്ക്ക് ഒഴിവില്ലാത്തതുകൊണ്ടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അഗ്രികൾച്ചറൽ മേഖലയിൽ നിന്നുകൊണ്ട് പറയാം. 3 തരത്തിൽ. ഒന്ന് വൈൽഡ് വളർച്ചയാണ്. അതായത് വനത്തിലൊക്കെ വളരുന്ന മരങ്ങൾ പോലെയാണ്. ആരും ശ്രദ്ധിക്കുകയില്ല. തോന്നുന്ന പോലെ വളരാം, തോന്നുന്നിടത്ത് വളരാം. അതിൽ ഏത് വള്ളി പരന്ന് കയറിയാലും ആരും മൈൻഡ് ചെയ്യാറില്ല. അതിൻ്റെ ശാഖ വേറൊരു ശാഖയിൽ കയറി കുരുക്കിയാലും ആരും മൈൻഡ് ചെയ്യാറില്ല. അവരെ അങ്ങനെ വളർത്തിക്കൊണ്ട് അങ്ങ് പോവും. അവന് തോന്നുന്ന പോലെ വളരാം, ഇഷ്ടമുള്ളത് വലിച്ചെടുക്കാം, ഇഷ്ടമുള്ള കൂട്ടുകാരെ ചേരാം. ആ മരത്തെ മുഴുവൻ വള്ളികളായിരിക്കും. കാട്ടിലൊക്കെ പോയാൽ കാണാം, കാട്ടുവള്ളികൾ ഇതിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കും. ഇങ്ങനെ കുറേ എണ്ണത്തിനെ നമ്മൾ വളർത്തി വിടുന്നുണ്ട്. കണ്ടാൽ അറിയാം. റോഡിൽ ഇറങ്ങിയാൽ മതി. ഇവിടെയും ചൊരച്ച് അവിടെയും ചൊരച്ച് ഇതിനെ വലിച്ച് അവിടെയും കാട്ടുവള്ളി കയറി നടക്കുന്നതിനെ കാണാം. വൈൽഡായിട്ട് വളർത്തുന്നതാണ് ഇതൊക്കെ. പെർവേർഷൻസാണ്. പെർവേർഷൻസിനെ സെലിബ്രേറ്റ് ചെയ്യുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. രണ്ടാമത്തെ വിഭാഗമാണ് ബോൺസായി മരങ്ങൾ. വളരാൻ സമ്മതിക്കുകയല്ല. അടച്ചു വെച്ച് മുറിച്ച് 25 വർഷം കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. യാതൊരു വളർച്ചയില്ല. ബോൺസായി വളർച്ചയാണ്. മൂത്രം ഒഴിക്കാൻ പറഞ്ഞാൽ ഒഴിക്കും, ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കും, പോടാന്ന് പറഞ്ഞാൽ യെസ് ഡാഡ് എന്ന് പറയും. പണ്ടൊരുത്തം പറഞ്ഞ പോലാണ്. 15 ഭാഷ സംസാരിക്കാൻ അറിയാം, പക്ഷെ വാ തുറക്കുകയല്ല. ഭയങ്കര അറിവാണ്, പക്ഷേ വാ തുറക്കുകയില്ല. ഇങ്ങനത്തെ കുറച്ച് ബോൺസായികളുണ്ട്. ഇനി മൂന്നാമത്തേതാണ് ഡൊമസ്റ്റിക് ഫാമിംഗ്. സമയത്ത് വളം കൊടുക്കണം, സമയത്ത് ചുവട് കളയ്ക്കണം, ആവശ്യമില്ലാത്തൊരു ബ്രാഞ്ച് വളർന്നു പോയി കട്ട് ചെയ്യണം, വേണ്ട ശിക്ഷ കൊടുത്ത് വളർത്തണം. അങ്ങനെ ശിക്ഷിച്ച് വളർത്തിയാൽ, വളം കൊടുത്ത് വളർത്തിയാൽ അതിൽ ഫലം ഉണ്ടാവും. അത് വേണ്ട സമയത്ത് വേണ്ടതുപോലെ ചെയ്യണം. ഇത് മാതാപിതാക്കൾ ശ്രദ്ധിക്കാതെ എങ്ങനെയാണ് നടക്കുന്നത്? അമേരിക്കയിൽ 12 വയസ്സുള്ളൊരു കൊച്ചൻ 13 പേരെ വെടിവെച്ചു കൊന്നു. എന്തുകൊണ്ടാണ്? അവന് ലോകത്തിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് അറിയാമെന്ന്. അവൻ വൈൽഡായിട്ട് വളർന്നവനാണ്. നമ്മുടെ പള്ളിയിലൊക്കെ ഇതുപോലെ ഒരുപാട് എണ്ണമുണ്ട്. പള്ളി കൊണ്ടുവരത്തില്ല, ആരാധനയ്ക്ക് കൊണ്ടുവരത്തില്ല. എന്നിട്ട് മോഡേൺ മമ്മിമാരുടെ ഡയലോഗ് ഉണ്ട്, ദേ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് എനിത്തിങ് ആക്ഷൻ ദെൻ വൈ ഷുഡ് ഗോ ടു ചർച്ച്. ഞങ്ങളുടെ തുമ്പോണെന്ന് വന്ന 2 SSLC ബുക്ക് ഉള്ളോളാം. പക്ഷേ ഡയലോഗ് കേട്ടാൽ വൈ ഷുഡ് ദേ ഗോ ടു ചർച്ച്, ദേ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് എനിത്തിങ്. യു നോ എന്തോ യു നോ. ഫാഷനാണ്, വലിയ പവറാണ്, ഷോയാണ്. അതുകൊണ്ടെന്ന് പറ്റി പള്ളി ആരാന്നറിയത്തില്ല, അച്ഛൻ ആരാന്നറിയത്തില്ല, കപ്പി ആരാന്നറിയത്തില്ല. ഇന്ന് രാവിലെ സന്തോഷ്, എൻ്റെ ഒരു പഴയ അനുഭവം, നമ്മുടെ സെക്രട്ടറി സന്തോഷ് എൻ്റെ ഒരു പഴയ അനുഭവം എന്നെ ഓർമ്മിപ്പിച്ചതുകൊണ്ട് നിങ്ങളോട് അത് പറഞ്ഞ് ഞാനങ്ങ് നിർത്തിയേക്കാം. ഞാൻ ഒരു മസ്കറ്റിൽ ഒരു കൺവെൻഷന് പ്രസംഗിക്കാൻ പോയി. 2 അച്ഛന്മാരുണ്ട് ആ പള്ളിയിൽ. അവർ മൂന്നാമത് ഞാൻ, പിന്നെ പള്ളിയിലെ സെക്രട്ടറി, കൺവെൻഷൻ്റെ കൺവീനർ, എല്ലാം കറുത്ത പാൻറ്റും വെളുത്ത ഷർട്ടും ഒക്കെ ഇട്ട് വലിയ ഗമയിൽ ഞങ്ങൾ 5 പേര് ഒരു വീട്ടിൽ കയറി ചെന്നു. രാത്രി ഉണ്ണാൻ ചെന്നപ്പോൾ ഒരു 10 വയസ്സുള്ള ചെറുക്കൻ അവിടെ ഇരുന്ന് അവനിങ്ങനെ കാർ ഓടിച്ച് കളിക്കുകയാണ്. അതിനകത്തെ ഓടിയിട്ടുണ്ട്, അതിൻ്റെ കൂടെ അവനും കൊണ്ട് ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ 5 പേര്, 3 അച്ഛന്മാരും 2 അൽമായക്കാരും അവൻ്റെ വീട്ടിൽ ചെന്ന് കയറിയിട്ട് അവൻ്റെ ആ പേട്ട് ചേർക്കേണ്ട തലയൊന്ന് പൊക്കണമല്ലോ. അവനിതിനകത്ത് ഇങ്ങനെ വിടുകയാണ്, ഇങ്ങനെ അങ്ങ് വിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ചെന്നുടനെ അവൻ്റെ തള്ള, നിങ്ങൾ ടയേർഡായതുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിൽ പറയുന്നത് കേട്ടോ, വലിയ സ്റ്റൈലായിട്ടൊക്കെ എഴുതി വെച്ചുകൊണ്ട് വന്ന് അതവിടെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവൻ്റെ തള്ള പറയാണ്, ഹണി സേ ഹായ് ടു അച്ഛൻ. അവൻ കാർ ഓടിച്ച് കളിക്കുമ്പോൾ അച്ഛനോട് ഹായ് പറയുന്നത്. ചെറുക്കൻ പിന്നെയും തല കുറിച്ച് ഇങ്ങനെ കേൾക്കാം, മൂപ്പിയിലാണ്.
അവനുള്ള തന്നോട് പറഞ്ഞു, സ്വീരി ഐ ടോൾഡ് യു സേ ഹൈ ടു അച്ഛൻ. ചെറുക്കൻ ഡിസ്റ്റർബൻസ് ആയിട്ട് ചാടി ഇങ്ങോട്ട് എഴുന്നേറ്റ് വന്ന് എൻ്റെ അടിവയർ നോക്കി ഒരു താങ്ങ്, ഹായ് അച്ഛനോട് ഒറ്റ കുത്താണ്. ഞാൻ സത്യം പറയട്ടെ, ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ നൂരാൻ അതുപോലത്തെ താങ്ങാ ചെറുക്കൻ താങ്ങിയത്. ഞാനൊരു സത്യം നിങ്ങളോട് പറയട്ടെ, ഇപ്പോഴും എനിക്കൊരു വയറ്റ് വേദന വന്നാൽ ആ ചെറുക്കൻ്റെ മോന്തയാണ് എനിക്ക് ഓർമ്മ വരുന്നത്, അന്ന് താങ്ങിയതാണ്. പള്ളിയിൽ നിന്ന് 3 അച്ഛന്മാരും 2 അതിഥികളും കൂടെ വീട്ടിൽ വന്നപ്പോൾ 10 വയസ്സുള്ള ഒരു തക്കടിമുണ്ടത്തിനെ വളർത്തി വെച്ചേക്കുക. എന്തോ വേണമെന്ന് മനസ്സിലായല്ലോ. ഈ 12:30 ആയതുകൊണ്ടാണ് എൻ്റെ പ്രസംഗം ഈ ശൈലിയിലാക്കിയത്. ഞാൻ നിർത്താൻ പോവാ. നിങ്ങളുടെ മക്കളെ വളർത്തുന്ന വൈൽഡായിട്ടാണോ, ബോൺസായി ആയിട്ടാണോ, ഡൊമസ്റ്റിക് ഫാമിംഗ് പോലെയാണോ? വളരെ കാര്യമല്ല ആലോചിക്കണം. എന്തെങ്കിലും ഭാവി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നാളെ സഭ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നാളെ ഈ സമൂഹം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ മാതൃകാപരമായി വളർത്തണം. അതിന് ദൈവബോധം അത്യന്താപേക്ഷ. ഇവിടെ കിടന്ന് മറിഞ്ഞോട്ട് ഒരു കുഴപ്പമില്ല. പിള്ളേരെ കൊണ്ടുവന്ന് പള്ളിയിൽ ഇട്ടേര്. സുറിയാനി സഭയുടെ ആരാധനയ്ക്കകത്ത് കേൾക്കാൻ മാത്രമല്ല, കേൾക്കാനുണ്ട്, കാണാനുണ്ട്, മണക്കാനുണ്ട്, തൊടാനുണ്ട്. എന്തൊരു അത്ഭുതമാണ്. ഇവിടെ കിടക്കുന്ന ഇവൻ്റെ മൂക്കിനകത്ത് ഇന്ന് രാവിലെ വീശിയ ആ ധൂപത്തിൻ്റെ ഒരല്പം അംശം മൂക്കിൽ കയറിച്ചാൽ മതി. 10 വർഷം കഴിഞ്ഞാലും ഇവന് ഏതെങ്കിലും സ്ഥലത്തൂടെ പോകുമ്പോൾ ആ മണം വരുമ്പോൾ ഓർമ്മ വരും, ഇതെൻ്റെ ദേവാലയമാണെന്ന്. അവിടെ കിടന്ന് മറിഞ്ഞോട്ട്. ഞാൻ ഈ സൈസൊന്നും അല്ലായിരുന്നു, ഇതിനേക്കാൾ മൂത്തതായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഞങ്ങളുടെ പള്ളിയിലൊക്കെ കയറ്റവായായിരുന്നു പണ്ട് ഇട്ടിരുന്നത്. ഒരു ആരാധന കഴിയുമ്പോഴത്തേക്ക് കയറ്റവായുടെ 1.5 മീറ്റർ ഞാൻ അഴിച്ച് പീസാക്കി കൈ വെച്ചേക്കുമായിരുന്നു. അതുകൊണ്ട് ഈ ചാടുന്നതിനെ കുറിച്ചൊന്നും അവർ തല്ലുകയും ചെയ്യരുത്. അവർ മറിഞ്ഞോട്ടെ, എവിടെ കണക്ക് ഉച്ച കുത്തി മാറി പെടലി ഓടിയാതെ നോക്കണം. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവകൃപയുള്ളവരായി വളർത്തണം, ദേവാലയത്തിൽ കൊണ്ടുവരണം. ആരാധന എന്താണെന്ന് കുഞ്ഞ് കാണണം, അച്ഛൻ ആരാണെന്ന് തിരിച്ചറിയണം, കപ്പ്യാരാരാണെന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ തിരിച്ചറിയണം. അത്രയെങ്കിലും അറിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന് നന്മയുണ്ടാവും. 3 വർഷം ഈ ഇടവകയിൽ ആരാണ്ട് പറഞ്ഞു കോവിഡ്. എല്ലാ കാലവും കോവിഡ് അല്ലായിരുന്നു. ഞാൻ വന്ന ആദ്യത്തെ 10 മാസം അടിപൊളിയായിട്ട് സൺഡേ സ്കൂൾ നടന്നു. എന്നിട്ട് അവസാനത്തെ 6 മാസവും അടിപൊളിയായിട്ട് സൺഡേ സ്കൂൾ നടന്നു. ഞങ്ങളുടെ ഡോക്ടർ ജീനു പോളൊക്കെ തകർത്ത് വാരി ഡാൻസ് കളിച്ച് നടന്ന സൺഡേ സ്കൂളാണ്. സൺഡേ സ്കൂളിന് ഭാവിയുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ ദേവാലയത്തിൽ വരുമ്പോൾ ദൈവവചനം ശ്രദ്ധിക്കാനായിട്ട് ഓർമ്മിപ്പിക്കണം. ഞാൻ വളരെ അഭിമാനത്തോടെ ഓർക്കുകയാണ്, 3 വർഷം എൻ്റെ പ്രസംഗങ്ങൾ മുഴുവൻ ഇവിടെ കുത്തിയിരുന്ന് എഴുതിയ കുഞ്ഞുങ്ങൾ ഈ പള്ളിയിലെ സൺഡേ സ്കൂളിലുണ്ടായിരുന്നു. എത്രയോ പേജുകൾ അവരെഴുതിയിട്ടുണ്ട്. എന്നെ ഏറ്റവും അഭിമാനകരമായിരിക്കും ട്രിനിറ്റി പള്ളിയിൽ ശുശ്രൂഷ ചെയ്തതിൻ്റെ ഏറ്റവും വലിയ അഭിമാനകരമായ ഒരു കാര്യം പറഞ്ഞാൽ, എൻ്റെ പ്രസംഗം കേട്ട് എഴുതിയെടുത്തുകൊണ്ട് പോയൊരു കുഞ്ഞ് സൺഡേ സ്കൂളിൻ്റെ വാർഷിക പ്രസംഗ മത്സരം തിരുവല്ലായി പോയി. അവൻ ആ പ്രസംഗം അവൻ്റെ ഭാഷയിൽ അവിടെ പ്രസംഗിച്ച് 1ാം സമ്മാനം വാങ്ങിച്ചു. എന്നിട്ട് അവൻ തിരുവല്ലായി തന്നെ വിളിച്ചു, അച്ഛാ എനിക്ക് 1ാം സ്ഥാനം കിട്ടി, അച്ഛൻ്റെ പ്രസംഗമാണ് ഞാനിവിടെ കൊണ്ട് പ്രസംഗിച്ചത്. തീർന്നില്ല, അവൻ തിരുവല്ലായിൽ നിന്ന് ഇവിടെ വന്ന് എൻ്റെ വീട്ടിൽ വന്ന് ഒരു പാക്കറ്റ് മിഠായി എനിക്ക് തന്നിട്ടാണ് അവൻ സ്വന്തം വീട്ടിൽ പോയത്. അവനിന്ന് വെല്ലൂര് മെഡിക്കൽ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞ്. ഈ ദേവാലയത്തിലിരുന്ന് പ്രസംഗം കേട്ട് എഴുതിയ കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു. മറക്കരുത്, അവരുടെ ഭാവിക്ക് അത് അനുഗ്രഹമാണ്. എനിക്കറിയാം അവൻ്റെ മാതാപിതാക്കൾ ഇവിടെ ഇരിപ്പുണ്ട്. എനിക്ക് ആ കുഞ്ഞിനെ ഓർക്കുമ്പോൾ അഭിമാനമാണ്. അവൻ എത്ര മിടുക്കനാണ് എന്ന് പറയുന്നതിനപ്പുറത്ത് ദൈവബോധമുള്ള ഒരു കുഞ്ഞാണ് എന്ന് പറയാൻ കഴിഞ്ഞത് ഈ സൺഡേ സ്കൂളിൻ്റെ ഏറ്റവും വലിയ ക്രെഡിറ്റാണ്. ജിനുവിന് ഞാൻ പറഞ്ഞ ആളിനെ ഓർമ്മയുണ്ടെന്ന് എനിക്കറിയാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇത്തരം കുഞ്ഞുങ്ങൾ നമ്മുടെ പള്ളിയിൽ ഉണ്ടാവട്ടെ, അവരുടെ ഭാവി അനുഗ്രഹമാകട്ടെ. പ്രിയപ്പെട്ട അച്ഛൻ്റെ നേതൃത്വത്തിൽ സൺഡേ സ്കൂൾ അനുഗ്രഹകരമായിട്ട് നടക്കട്ടെ. പുതിയ ഹെഡ് മിസ്ട്രസിന് എല്ലാ ഭാവുകങ്ങളും, റിട്ടയർ ചെയ്തു പോയ ഹെഡ് മാസ്റ്റർമാർക്കും ഹെഡ് മിസ്ട്രസിനും ഭാവുകങ്ങൾ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.